ദേശാഭിമാനി മുക്കിയ കള്ളൻ വിജയനെക്കുറിച്ചുള്ള ലേഖനം സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച മാധ്യമപ്രവർത്തകൻ. ദേശാഭിമാനി തുടർച്ചയായി വിവാദത്തിൽപ്പെടുന്നതിൽ സിപിഎമ്മിൽ കടുത്ത അതൃപ്തിയുണ്ട്. നാട് വിട്ടു പോകാൻ ഒരു നാടില്ലാതാകൂലേ ഈ ഭൂപടത്തില്? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. മുതിർന്ന നേതാക്കളെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടും പത്രത്തിന്റെ നിലപാടുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നാണ് വിമർശനം. ഇങ്ങനെ പറയരുത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ നാടകം എന്ന് പറഞ്ഞാൽ ഏത് നാടകമാണ്? നാടക നിരൂപണം എന്ന് പറഞ്ഞാൽ ഏത് നാടകത്തെ കുറിച്ച്? നിങ്ങളോട് പറഞ്ഞ ആളുകളെ നിങ്ങൾ ദയവായി തിരുത്തുക, അല്ലെങ്കിൽ അച്ചടിച്ച പത്രം അവരോട് ചോദിക്കുക. ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെ. എന്ത് ലേഖനം, എന്ത് നാടകം എന്ന റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ചോദിച്ചതിനുള്ള മറുപടി ഇന്ന് സമൂഹ മാധ്യമത്തിലുണ്ട്. കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ PO എന്ന അതേ തലക്കെട്ടിൽ തന്നെയാണ് ദേശാഭിമാനിക്ക് വേണ്ടി എഴുതിയ TC രാജേഷ് ലേഖനം ഫേസ്ബുക്കിലിട്ടത്. പുല്ലമ്പാറയിലെ അറിയപ്പെടുന്ന നാടക പ്രവർത്തകൻ വിജയനെ കുറിച്ചുള്ള ലേഖനത്തിൽ പാർട്ടി വിരുദ്ധമായ ഒന്നുമില്ല. എഡിറ്റോറിയൽ അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ബോർഡിലെ ചിലർ തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിലുണ്ടായ തർക്കമാണ് സപ്ലിമെന്റ് മുടങ്ങലിലേക്ക് എത്തിയത്. ലേഖനത്തിന് പറ്റിയ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് തന്നെയാണെന്നായിരുന്നു വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയന്റെ നിലപാട്. റെസിഡന്റ് എഡിറ്റർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനും സമാന മറുപടിയാണ് അജയൻ നൽകിയത്. പുറത്തെല്ലാം നിഷേധിക്കുമ്പോഴും സൺഡേ സപ്ലിമെന്റ് പിൻവലിച്ച പ്രശ്നം പാർട്ടിക്കകത്ത് നീറുകയാണ്. വിഴിഞ്ഞത്ത് അദാനി കരാറിനെ പുകഴ്ത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ പ്രശ്നം. കേന്ദ്ര കമ്മിറ്റി ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.